വിജേഷ് പിള്ള എന്നൊരു ഇടനിലക്കാരൻ തന്നെ സമീപിച്ചുവെന്നും കേസ് പിൻവലിച്ച് ഇപ്പോഴുള്ള ബാംഗ്ലൂരിൽ നിന്ന് ജയ്പൂരിലേക്കോ മറ്റെവിടെയെങ്കിലുമൊക്കെ പോകണം എന്നൊക്കെ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞ് നടത്തിയ ഫേസ്ബുക്ക് ലൈവ് ആരോപണം, അതിനെ തുടർന്ന് CPM നൽകിയ മറുപടി, സ്വപ്നയ്ക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കും എന്നുള്ള മുന്നറിയിപ്പ്, അതിനോട് തിരികെ സ്വപ്നയുടെ വെല്ലുവിളി, ഇതിന് ഇടയിലാണ് കേസ് പിൻവലിക്കാൻ, ആരോപണം പിൻവലിക്കാൻ സ്വപ്നയ്ക്ക് മേൽ സമ്മർദ്ദമുണ്ട് എന്ന പരാതിയിന്മേൽ കർണാടക പോലീസ് തുടങ്ങിയിരിക്കുന്ന അന്വേഷണം. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഈ കേസിന്റെ എന്തെങ്കിലും, അതായത് മാനനഷ്ട കേസ് കൊടുക്കുന്നതിന്റെ എന്തെങ്കിലും സൂചനകൾ ഉണ്ടോ? എന്താണ് ഏറ്റവും പുതിയ വിശേഷം, വിവരം? സ്വപ്ന കഴിഞ്ഞ ദിവസം തുറന്നുവിട്ട ഭൂതം വല്ലാത്ത രീതിയിൽ CPM-നെ കുഴപ്പത്തിലാക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കർണാടകത്തിൽ വെച്ചാണ് സംഭവം നടന്നത്. അതിന് തൊട്ട് പിന്നാലെ തന്നെ കർണാടക പോലീസിൽ സ്വപ്ന സുരേഷ് പരാതി നൽകിയിരുന്നു. പരാതി നൽകിയതിൻ്റെ തൊട്ടടുത്ത മണിക്കൂറുകളിൽ തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും നടപടിക്രമങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഈ സ്വപ്ന എത്തിയ ഹോട്ടലിൽ, ഈ വിജേഷും സ്വപ്നയുമായി കൂടിക്കാഴ്ച നടത്തിയ ഹോട്ടലിലെത്തി പോലീസ് വിശദമായ തെളിവെടുപ്പ് നടത്തിയിരിക്കുന്നു. അവിടെ വെച്ച് എന്തൊക്കെ സംഭവങ്ങളുണ്ടായി എന്ന് കൃത്യമായി സ്വപ്നയിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കിയിരിക്കുന്നു. ഒപ്പം അവിടുത്തെ CCTV ദൃശ്യങ്ങളും മറ്റും പരിശോധിച്ചിരിക്കുന്നു. ഹോട്ടൽ ജീവനക്കാരെ ചോദ്യം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സ്വപ്ന തന്നെയാണ് ഈ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകുന്നതിൻ്റെ ചിത്രം ഫേസ്ബുക്കിൽ ഇടുകയും ചെയ്തു. എന്തായാലും ഈ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ മറ്റൊരു ആളുടെ സാന്നിധ്യം, അജ്ഞാതനായ ഒരാളുടെ സാന്നിധ്യം കൂടി ഈ ഹോട്ടൽ ഉണ്ട് എന്ന വെളിപ്പെടുത്തലാണ് സ്വപ്ന സുരേഷിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ അജ്ഞാതനാണോ CPM-നെയും വിജേഷ് പിള്ളയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണി എന്നടക്കമുള്ള വലിയ സംശയങ്ങളാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. നമ്മൾ വിജേഷ് പിള്ളയെ ബന്ധപ്പെട്ടെങ്കിലും ഇത്തരമൊരു അജ്ഞാതനെ തനിക്ക് അറിയില്ല, തൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആളല്ല ഇത് എന്നാണ് വിജേഷ് പറയുന്നത്. കാരണം ഈ OTT ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഇടപാടുകൾക്കായി മാത്രമാണ്, ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി മാത്രമാണ് താൻ ഈ ബംഗളൂരുവിൽ പോയത്. വിശാഖപട്ടണത്തേക്കുള്ള യാത്രാമധ്യയാണ് ഇത്തരത്തിൽ സ്വപ്നയുമായൊരു കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഒരുങ്ങിയത്. അതുകൊണ്ട് തൻ്റെ ഒപ്പം മറ്റ് അജ്ഞാതരാരും ഉണ്ടായിരുന്നില്ല. ഒരു പക്ഷേ സ്വപ്നയുടെ ഒപ്പം ഉണ്ടായിരുന്ന ആളുകളായിരിക്കാം ഈ സ്വപ്നയെ ഇത്തരത്തിൽ മുന്നോട്ട് നയിക്കുന്ന ആളാവാം ഇത് എന്നൊരു വാദമാണ് ഈ വിജേഷ് പിള്ള മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ഇപ്പോൾ നടക്കുന്നത് മുഴുവൻ സ്വപ്നയുടെ തിരക്കഥയാണ് എന്ന വാദമായി മുന്നോട്ട് പോവുകയാണ്. മാനനഷ്ട കേസ് നൽകുന്ന അടക്കമുള്ള നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലാണ് എന്നൊക്കെയാണ് ഇപ്പോൾ വിജേഷ് പിള്ള പറയുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ കർണാടക പോലീസിൻ്റെ വളരെ വിശദമായ ഒരു അന്വേഷണം ഉണ്ടാവും. ഏത് നിമിഷവും വിജേഷ് പിള്ളയെ കർണാടക പോലീസ് ബന്ധപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. നേരത്തെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ വിജേഷ് പിള്ളയെ വിളിക്കുകയും വിശദമായി തന്നെ ചോദ്യം ചെയ്ത് മൊഴി രേഖപ്പെടുത്തിയാണ് വിട്ടയക്കുകയും ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും അടുത്ത ഘട്ടമായി ഈ കർണാടക പോലീസിൻ്റെ അന്വേഷണം ഉണ്ടാവും. അങ്ങനെയെങ്കിൽ ഈ കർണാടക പോലീസിന് മുന്നിൽ സ്വപ്ന സുരേഷ് ആരോപണം ഉന്നയിച്ച മറ്റാളുകളെ കൂടി ഒരുപക്ഷെ ചോദ്യം ചെയ്യേണ്ടി വരുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി വരും മണിക്കൂറുകളിൽ അറിയാൻ കഴിയൂ. അങ്ങനെയെങ്കിൽ CPM വലിയൊരു പ്രതിസന്ധിയിലേക്ക് നീങ്ങും. കാരണം കേരള പോലീസ് അല്ല അന്വേഷിക്കുന്നത്, മറ്റ് കേന്ദ്ര ഏജൻസികളെ പോലെയൊക്കെ തന്നെ വേണമെങ്കിൽ സ്വതന്ത്രമായ അന്വേഷണം നടത്താൻ കഴിയുന്ന നോട്ടീസ് അയച്ച് ഈ നേതാക്കളൊക്കെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു അന്വേഷണ സംഘമാണ്. പ്രത്യേകിച്ചും കേന്ദ്ര സേന അന്വേഷിക്കുന്ന കേസുകളുമായി ബന്ധപ്പെട്ട ഇടപെടലുകളാണ്. അതുകൊണ്ട് ഏത് തലത്തിലേക്കൊക്കെ കേസുകൾ പോകും എന്നിന് പറയാൻ കഴിയില്ല. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ കർണാടക പോലീസ് സ്വപ്ന സുരേഷിൻ്റെ പരാതിയിൽ കേസെടുത്തിരിക്കുന്നു. അതിൻ്റെ അനുബന്ധ നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. കർണാടക പോലീസിൻ്റെ ഏത് അന്വേഷണത്തോട് സഹകരിക്കും, തൻ്റെ കൈവശമുള്ള പൂർണ്ണമായ തെളിവുകളും നൽകും. CCTV ദൃശ്യങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്വപ്ന പകർത്തിയ രഹസ്യ ദൃശ്യങ്ങളുണ്ടെങ്കിൽ അവ പൂർണ്ണമായും പുറത്തുവിടട്ടെ എന്ന വെല്ലുവിളിയാണ് ഇപ്പോഴും വിജേഷ് പിള്ള നടത്തുന്നത്. പ്രദീപ്.